പ്രതിപക്ഷ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആയിക്കോട്ടെ, താഴെ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടികൾക്ക് അവരെ ഇന്ന് പറയുന്നത് 100 സീറ്റ് പിടിക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, 100 എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബ്ലോക്കിൽ 100 എന്ന നമ്പർ കടക്കാൻ കഴിയുന്ന വേറൊരു അവർ കണക്കാക്കുന്നതാണല്ലോ. അതായത് കോൺഗ്രസ് തന്നെ കണക്കാക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ പത്രത്തിൽ ഉൾപ്പെടെ 100ലേക്ക് എത്താനാണ്. പലപ്പോഴും എത്തില്ല. അതൊക്കെ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ പറയുന്ന കോൺഗ്രസ് 100ലേക്ക് എത്തിയില്ലെങ്കിൽ നരേന്ദ്രമോദി 3ാം തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവില്ലേ? വേറെ ആര് വരും? അല്ല, ഇന്ത്യയിൽ ആകെ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ മത്സരിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് മത്സരിക്കുന്ന പാർട്ടികളെല്ലാം ചേർന്നാലേ ഇവിടെ ഒരു ബദൽ വരുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ലല്ലോ ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്ന്. കോൺഗ്രസ് പ്രഖ്യാപിച്ചോ? ഇല്ല. പിന്നെ എന്തിനാണ് അതിന് വേണ്ടി വല്ലാണ്ട് വാശി പിടിക്കുന്നത്? അല്ല, കോൺഗ്രസിന്റെ നേതാവ് അല്ലാതെ വേറെ കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ലല്ലോ നേതാവ്. മല്ലികാർജുൻ ഇന്ത്യയിൽ എത്ര ആളുകൾ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിന്? അതുകൊണ്ട് എനിക്കതിലൊരു സംശയം വേണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പം നരേന്ദ്രമോദിയാണല്ലോ. ആ നരേന്ദ്രമോദിയെക്കാളും റേഞ്ചുള്ള ഒരു ഡസൻ കണക്കിന് ആൾ ഇന്ത്യയിലുണ്ട്. പോട്ടെ, മുൻകൂട്ടി പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഇലക്ഷനും ഒരു ഘട്ടത്തിലും ഞങ്ങളാരും നടത്തിയിട്ടില്ല, പ്രതിപക്ഷ പാർട്ടികളും നടത്തി. അതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ലെഗ് ആകുമ്പോഴേക്കും ഇപ്പോൾ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ പ്രസംഗിക്കുന്നു രാഹുൽ ഗാന്ധി ഒളിച്ചോടിയ രാജകുമാരനാണെന്ന്. പിണറായി വിജയൻ കാഞ്ഞങ്ങാട്ട് പറയുന്നു രാഹുൽ ഗാന്ധി ഒളിച്ചോടിയ ആളാണെന്ന്. രണ്ടുപേരുടെയും ശബ്ദം ഒരേപോലെ ഇരിക്കുകയാണ്. അല്ല, രണ്ടാളും ഒരേപോലെ അല്ല. രണ്ടും വസ്തുതാപരമായിട്ട് വന്നാൽ അത് പിന്നെ ഉറപ്പല്ലേ? അത് പറയാണ്ടിരിക്കുമോ? രണ്ടുപേരും ടാർഗറ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി. അതാ ഞാൻ പറഞ്ഞ ടാർഗറ്റ് ഒന്നുമല്ല, BJP ആണ് ടാർഗറ്റ്. അതിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ CPM-നെയും ഇടതുമുന്നണിയെയും കേന്ദ്ര ഏജൻസികൾ വല്ലാതെ പ്രഷർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ CPIM-ന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആക്ഷൻ എടുത്തിട്ടുള്ളത്. കരുവന്നൂരിൽ ED വരുന്നു. ശശിധരൻ കർത്തയെ ED ചോദ്യം ചെയ്യുന്നു. ഏത് നിമിഷവും മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിന്റെ അന്തരീക്ഷം നിങ്ങളല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ? അല്ല, എത്തിക്കൂടായില്ലല്ലോ. എന്തടിസ്ഥാനത്തിലെത്തും? ശശിധരൻ കർത്ത അടുത്ത സ്റ്റെപ്പ് അതായിരിക്കും. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. അതൊരു സമ്മർദ്ദം. തോന്നിയാസം മുഴുവൻ നടത്തുന്നതിന് അതിന്റെ പേരിൽ ഇവിടെ വേറെ കേസ് എടുക്കണമെന്നാ? അല്ല, കേസ് എടുക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു സമ്മർദ്ദമാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃത്വത്തിനെതിരായി ED-യും അതുപോലെ തന്നെ IT-യും CBI-യും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP-യിലേക്ക് ആളെ കൂട്ടുക. അതുപോലെ കേസുണ്ടെങ്കിൽ കേസൊന്ന് രക്ഷപ്പെടുത്താൻ അവരെ അനുവദിക്കുക. വേണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക. 170 കോടി രൂപ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ കുടുംബം കൊടുത്തിരിക്കുകയാണ്. ലോകത്തുണ്ടോ ഏതെങ്കിലും ഇങ്ങനെയൊരു സംഭവം? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ DLF അല്ലേ? DLF വാദ്രയുടേതല്ല. DLF പിന്നെ വേറെന്തോ അല്ലേ? അവർ തമ്മിൽ ഒരു ഇടപാടുണ്ടായിരുന്നു. ഒരു ഇടപാടുമില്ല. നിങ്ങൾക്ക് പറയുമ്പോൾ അങ്ങനെ ഒരു ഇടപാടുണ്ടാവില്ല. ഞങ്ങൾക്ക് നല്ല ഇടപാടുണ്ട്. അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ DLF-ൽ നിന്ന് 170 കോടി രൂപ വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ കേസ് ഒഴിവാക്കിയില്ലേ? ഈ ലോകത്തുണ്ട് ഇങ്ങനെ ഒരു പ്രതിപക്ഷം?